വേടൻ അദ്ദേഹം ഈ നാട്ടിലെ അരുകുവൽക്കരിക്കപ്പെട്ട പിന്നോക്ക ജനവിഭാഗങ്ങളെക്കുറിച്ച് തൻ്റെ വരികളിലൂടെ ശബ്ദിച്ചു. ഭൂമിയില്ലാത്തവരെക്കുറിച്ച്, വീടില്ലാത്തവരെക്കുറിച്ച്, പുറന്തള്ളപ്പെട്ട പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ശബ്ദമായി, പോരാട്ടമായി വേടൻ്റെ വരികൾ മാറി. ഫലസ്തീനെ ഐക്യദാർഢ്യത്തോടെ ചേർത്ത് പിടിച്ചു. വംശീയ വിരുദ്ധ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകർന്നു. പാണനല്ല പറയനല്ല നീ തമ്പുരാനുമല്ല എന്നവർ വ്യവസ്ഥയെ വെല്ലുവിളിച്ച് സംസാരിച്ചു. എല്ലാ തമ്പ്രാക്കന്മാരും ഇത് കേട്ട് വിറക്കാൻ തുടങ്ങി. വനം വകുപ്പ് കേസെടുത്തു. അങ്ങനെ പലതും നടന്നു. ഏറ്റവും ഒടുവിൽ ഒരു RSSകാരൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാണ്, ഇയാൾ പട്ടികജാതി ഭീകരവാദിയാണ് എന്ന്. ഇതൊരു തുടക്കമാണ്. വേടനെതിരായ അറ്റാക്ക് RSS തുടങ്ങിയിരിക്കുകയാണ്. ദളിത് ജനവിഭാഗങ്ങൾക്കെതിരായി കൊലവിളി നടത്തി പരിചയമുള്ളവരാണവർ. തീർച്ചയായും ഒരു കാര്യം ഈ പദയാത്രയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരെ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അവർക്ക് സംരക്ഷണമൊരുക്കാൻ വെൽഫെയർ പാർട്ടി ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്.